നമസ്കാരം. പശ്ചിമേഷ്യയിൽ വീണ്ടും സമാധാനത്തിന്റെ വാതിൽ തുറക്കുകയാണ്, അതോ ഇത് മറ്റൊരു വലിയ രാഷ്ട്രീയ കളിയുടെ തുടക്കം? ഇപ്പോൾ ലോകം ചോദിക്കുന്നത് അതാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പുതിയ ധാരണകൾ ഇസ്രയേലിനും ബാധകമാണെന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ യുദ്ധത്തിന്റെ ചൂട് കുറയുമെന്ന പ്രതീക്ഷയും മറുവശത്ത് ട്രംപ് നെതന്യാഹു ബന്ധത്തിൽ പുതിയ സംഘർഷ സാധ്യതയുമാണ് ഒരുപോലെ ഉയരുന്നത്. ഒരിക്കൽ ഇറാനെ പൂർണ്ണമായി മുട്ടുകുത്തിക്കണമെന്ന നിലപാടെടുത്ത ട്രംപ് ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാനുമായി ഒരു രാഷ്ട്രീയ ധാരണയിലേക്ക് നീങ്ങുന്നത് നെതന്യാഹുവിനെ അസ്വസ്ഥനാക്കുന്നുവെന്ന സൂചനകൾ ശക്തമാക്കുകയാണ്. ഇറാന്റെ പ്രധാന ആവശ്യം വ്യക്തമാണ്: ഉപരോധങ്ങളിൽ ഇളവ്, ഹോർമുസ് കടലിടുക്കിലെ നിയന്ത്രണങ്ങളിൽ മാറ്റം, ലെബനൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കൽ. മറുവശത്ത് അമേരിക്കയുടെ ലക്ഷ്യം പശ്ചിമേഷ്യയിലെ യുദ്ധജലവും എണ്ണവില പ്രതിസന്ധിയും നിയന്ത്രിക്കുകയാണ്. പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുക എന്ന ലോക സാമ്പത്തിക രംഗത്തിനും അമേരിക്കൻ രാഷ്ട്രീയത്തിനും അത്യന്താപേക്ഷിതമാണ്. ഇവിടെയാണ് ട്രംപിന്റെ പുതിയ രാഷ്ട്രീയ നീക്കം കാണുന്നത്. ഇറാനെ പൂർണ്ണമായി തകർക്കുക എന്ന നിലപാടിൽ നിന്ന് ഇറാനെ നിയന്ത്രിച്ചുകൊണ്ട് സമാധാനം സ്ഥാപിക്കുക എന്ന വഴിയിലേക്കാണ് അദ്ദേഹം നീങ്ങുന്നത്. കാരണം അമേരിക്കയ്ക്കും വ്യക്തമാണ്, ദീർഘകാല യുദ്ധം തുടരുകയാണെങ്കിൽ എണ്ണവില ഉയരും, ലോക വിപണികൾ തകരും. അതിന്റെ രാഷ്ട്രീയ തിരിച്ചടി അമേരിക്കൻ ഭരണകൂടത്തെയും ബാധിക്കും. പക്ഷെ പ്രശ്നം മറ്റൊന്നാണ്. നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ യുദ്ധവുമായി ചേർന്നിരിക്കുന്നു. ഇറാനെതിരെ കടുത്ത സൈനിക സമ്മർദ്ദം തുടരണമെന്നാണ് ഇസ്രയേലിന്റെ താല്പര്യം. അതിനാൽ ട്രംപ് സമാധാന ധാരണയിലേക്ക് നീങ്ങുകയാണെങ്കിൽ അത് നെതന്യാഹുവിന് ഒരു രാഷ്ട്രീയ തിരിച്ചടിയായി മാറും. ഇതിനകം തന്നെ ഇസ്രയേൽ പക്ഷത്ത് ചിലർ ഈ കരാർ ഇറാനോട് അതിയായ ഇളവാണെന്ന് വിമർശിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടെ പശ്ചിമേഷ്യൻ സംഘർഷത്തിലെ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ധാരണകൾ ഇസ്രയേലിനും ബാധകമെന്ന് വ്യക്തമാക്കി ഇറാനും രംഗത്ത് വന്നു കഴിഞ്ഞു. ഇസ്രയേലിനെ കരാറിൽ നിന്ന് മാറ്റി നിർത്തിയെന്ന വാർത്തകൾ തള്ളിയാണ് ഇറാനിലെ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ. ഇതോടെ എല്ലാ മേഖലയിലും യുദ്ധം നിർത്തുന്ന ധാരണ ലെബനനിൽ ഉൾപ്പെടെ ബാധകമാണ്. അതേസമയം ചർച്ചകൾ ധാരണയിലേക്ക് എത്തുന്നു എന്ന വാദങ്ങൾ ഇറാൻ തള്ളുന്നുമില്ല. എന്നാൽ വലിയ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ടില്ല എന്ന് സ്ഥാപിക്കാനാണ് ഇറാൻ മാധ്യമങ്ങളുടെ ശ്രമം. ധാരണയിൽ എത്തിയാലും ഹോർമുസ് ഇനി ഇറാൻ തന്നെ നിയന്ത്രിക്കുമെന്നാണ് മാധ്യമങ്ങൾ അവകാശപ്പെടുന്നത്. യുറേനിയം ശേഖരം മാറ്റാനും ആണവ പദ്ധതി നിർത്തിവെക്കാനും കരാറിൽ പറഞ്ഞിട്ടില്ല എന്നാണ് ഒരു വാദം. ഇതോടൊപ്പം നാവിക ഉപരോധം 30 ദിവസത്തിനകം നീക്കണം, സ്വത്തുക്കൾ ഘട്ടം ഘട്ടമായി വിട്ടുനൽകണം എന്നീ ധാരണകളിലും എത്തിയെന്നാണ് വാദം. ചർച്ചകൾ ധാരണയിൽ എത്തുന്നതായി അമേരിക്കയും പറഞ്ഞിരുന്നു. അതേസമയം പരസ്യ പ്രസ്താവനകളും പരസ്പര വിരുദ്ധ നിലപാടുകളും ധാരണയെ ബാധിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ നടന്ന ടെലിഫോൺ ചർച്ചകളിൽ സൗദി, ഖത്തർ, UAE, ജോർദാൻ, തുർക്കി എന്നീ രാജ്യങ്ങൾ പങ്കെടുത്തതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാനും അമേരിക്കയും നേരിട്ടുള്ള യുദ്ധം നീട്ടാൻ ഇരു രാജ്യങ്ങൾക്കും താല്പര്യമില്ല. ഇരു രാജ്യങ്ങളും വളരെ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിലുമാണ്. അമേരിക്ക സാമ്പത്തിക സമ്മർദ്ദത്തിലാണ്, ഇറാൻ സൈനിക ആന്തരിക സമ്മർദ്ദത്തിലുമാണ്. അതിനാൽ താൽക്കാലിക വെടിനിർത്തലും പിന്നീട് വലിയ സമാധാന കരാറിലേക്കുള്ള നീക്കവുമാണ് ഇപ്പോൾ ഏറ്റവും സാധ്യതയുള്ള വഴി. എന്നിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്: ട്രംപും നെതന്യാഹുവും ഇനി ഒരേ വഴിയിലല്ല എന്ന തോന്നൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ശക്തമാവുകയാണ്. ട്രംപ് ലോകത്തിന് മുന്നിൽ സമാധാനം കൊണ്ടുവന്ന നേതാവാകാൻ ശ്രമിക്കുമ്പോൾ നെതന്യാഹു ഇറാനെ പൂർണ്ണമായി തടയണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിനാൽ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യത ഉയരുന്നുണ്ടെങ്കിലും അമേരിക്ക ഇസ്രയേൽ ബന്ധത്തിൽ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഘട്ടത്തിലേക്കാണ് പശ്ചിമേഷ്യ ഇപ്പോൾ കടക്കുന്നത് എന്ന് വേണം പറയാൻ.